അനധികൃതമായി കേരളത്തിൽ തങ്ങിയ ബംഗ്ലാദേശ് ദമ്പതികളെ എറണാകുളത്ത് നിന്നും ഞാറക്കൽ പോലീസ് പിടികൂടി. ദശരഥ് ബാനർജി, ഭാര്യ മാരി ബിബി എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും അനധികൃത ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കിന്റെ പകർപ്പും പോലീസ് കണ്ടെടുത്തു. എറണാകുളം കിഴക്കമ്പലം കള്ളുഷാപ്പിലെ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ 3 പേർ പിടിയിൽ. താമരച്ചാൽ സ്വദേശി ഐവിൻ ബേബി, മാറമ്പിള്ളി സ്വദേശി ശരത് ശങ്കർ, വാഴക്കുളം സ്വദേശി ശ്യാംകുമാർ എന്നിവരാണ് പിടിയിലായത്. എറണാകുളത്ത് 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. മുർഷിദാബാദ് സ്വദേശി റോക്കി ദാസ്, പൂക്കാട്ടുംപടി സ്വദേശി യദുകൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വിൽപ്പനയ്ക്കായി കഞ്ചാവ് സ്കൂട്ടറിൽ എത്തിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. തിരുവനന്തപുരം വെള്ളനാട് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് കണ്ണമ്പള്ളി സ്വദേശി ബിജു. ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് പൂവക്കുടി പാലത്തിൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ബിജുവിനെ ഇടിക്കുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിലെ പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPIM ജനകീയ മാർച്ച് നടത്തി. വളാഞ്ചേരി ഏരിയ സെക്രട്ടറി VK രാജീവ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ SDPI പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ഷാനവാസ് പുതുക്കാട് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം DHSന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മലപ്പുറം എടപ്പാളിൽ ആശാ വർക്കേഴ്സ് യൂണിയൻ പ്രകടനം സംഘടിപ്പിച്ചു. CITU ഏരിയ സംഘം കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കാലടി സർവീസ് റോഡിലെ തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷമായി പത്തേപ്പാലം തോടിന് മുകളിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പാലം ഒരു വശത്തേക്ക് ചരിഞ്ഞു തകർന്നത്. മലബാറിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് K നാരായണൻ മാസ്റ്ററുടെ 3ാം ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 8-ന് രാഷ്ട്രീയ നൈതികതാ സമ്മേളനം സംഘടിപ്പിക്കും. മലപ്പുറം പന്നിയൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിലെ പാണ്ടനാട് സ്വാമി വിവേകാനന്ദ സ്കൂൾ നേട്ടങ്ങളുടെ പാതയിൽ. 1947 പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ 70 വർഷം പിന്നിടുമ്പോൾ തുടർച്ചയായി SLC പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സതീഷ് കുമാറിന്റെ അപൂർവ ചിത്രങ്ങളുടെ വീഡിയോ കാണാൻ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് എത്തി. 96 വർഷത്തെ ചരിത്രം പാട്ടുകളിലൂടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണെന്ന് റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. സൈക്കിളിൽ കശ്മീർ യാത്ര പൂർത്തിയാക്കിയ തിരുവനന്തപുരം ഇരുമ്പ സ്വദേശി S റിനോയ്ക്ക് ആദരം. CPIM ഇരുമ്പ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ അരുവിക്കര മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ നായർ പൊന്നാടയും മൊമെന്റോയും നൽകി അനുമോദിച്ചു. മലപ്പുറം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഭിന്നശേഷി കലോത്സവത്തിന്റെ 2ാം പതിപ്പ് വർണ്ണാഭമായി. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് C രാമകൃഷ്ണൻ നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിഭാഗക്കാർക്കായി ജോയ്സ്റ്റിക് ഓപ്പറേറ്റഡ് വീൽചെയറുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ ബഡ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെയും ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെയും പ്രവർത്തനോദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്.
തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫെയർവെൽ സംഘടിപ്പിച്ചു. പരിപാടി അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ അനിൽ ആയൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കോലളുമ്പ് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ ചിത്ര പ്രദർശനം നടന്നു. ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കൊല്ലം കുണ്ടറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രേഖയിൽ പട്ടികജാതി വിഭാഗത്തെ അവഹേളിച്ചതായി ആക്ഷേപം. ഭരണസമിതിയുടെ നടപടിക്കെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റി ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കൂനാമാവിൽ സർവീസ് റോഡിന്റെ വീതിക്കുറവ് പരിഹരിക്കുവാൻ അടിക്കുളം മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ പള്ളിക്കടവ് റോഡ് വരെ എലിവേറ്റർ റോഡ് നിർമ്മിക്കണമെന്ന് വിവിധ സ്കൂൾ മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ടു. പൊട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവികുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ തൊഴിൽ പൂരം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ C.S. ശ്രീജ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ 2024-2025 സാമ്പത്തിക വർഷത്തിലെ മുട്ടക്കോഴി വിതരണം ചെയ്തു. മണലൂർ മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ മാടവന നവീകരിച്ച ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും വീടുകളുടെ താക്കോൽ ദാനവും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വീടുകളുടെ താക്കോൽ E.T. ടൈസൺ മാസ്റ്റർ MLA കൈമാറി. ശീതീകരിച്ച കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാനുള്ള അടിയന്തര ഇടപെടൽ നടത്താൻ തൃശൂർ അരിമ്പോർ പഞ്ചായത്ത് വികസന സെമിനാർ തീരുമാനിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K.K. ശശിധരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ കാൽനാട്ടൽ ചടങ്ങ് വർണ്ണാഭമായി നടന്നു. ചടങ്ങ് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ശങ്കരൻ ചാത്തപ്പറമ്പന്റെ 40ാം ചരമവാർഷികം ആചരിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് P.A. സീതി മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു.